സ്വന്തം ശരീരവും ആരോഗ്യവും നോക്കാതെ ഓടിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു സുബി സുരേഷ്. എന്നാൽ സുബിയുടെ മരണം ഇപ്പോഴും ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിറഞ്ഞ ചിരിയോടെ എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ടിരുന്ന സുബിയുടെ മരണവാർത്ത കേരളക്കരയാകെ ഞെട്ടിച്ചിരുന്നു. പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ വർക്കുകൾ ഏറ്റെടുത്ത് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു സുബി. സുബിയെ മരണത്തിലേക്ക് നയിച്ച ആ സംഭവത്തെക്കുറിച്ച് വിവരിക്കുകയാണ് സുബിയുടെ അമ്മ അംബിക. ഞാൻ ഒന്നും ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ജോലിക്കൊന്നും പോകാൻ പാടില്ല. അവൾ ഉണരുമ്പോൾ വീട്ടിലുണ്ടായിരിക്കണം. ആ സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു. അക്കാര്യങ്ങൾ നോക്കാൻ ഞാൻ പോകുന്നത് അവൾക്ക് ഇഷ്ടമല്ല. എല്ലാം തനിക്ക് തന്നെ നോക്കണം എന്നായിരുന്നു. കാനഡയിൽ ഷോയ്ക്ക് പോയപ്പോൾ എന്നോട് പറഞ്ഞു, ദേ ഈ രാഹുൽ എന്നെ കെട്ടട്ടെ എന്ന് ചോദിക്കുന്നു. തമാശയ്ക്കാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് സന്തോഷമായിരുന്നു. ഞങ്ങളത് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് താർക്കൺ പ്രോഗ്രാം വരുന്നത്. താർക്കണ്ടിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ അവൾക്ക് വയ്യായിരുന്നു. മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണം ഇത്തിരി കാണുന്നുണ്ട്, പോകണ്ട എന്ന് ഞാൻ ഒത്തിരി പറഞ്ഞു. ഡോക്ടറോട് ചോദിച്ചപ്പോൾ അതിനെന്താ സുബി എനർജറ്റിക് അല്ലേ എന്നാണ് പറഞ്ഞത്. അത് എന്ത് ഡോക്ടറാണാവോ. അങ്ങനെയാണ് ഝാർഖണ്ഡിലേക്ക് പോയത്. അവിടെ വെച്ച് സുബി വളരെ ടയേർഡാണ് എന്ന് രാഹുലും സാജനും എല്ലാം എന്നെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എങ്കിൽ എയർപോർട്ടിൽ നിന്ന് നേരെ ആശുപത്രിയിലേക്ക് പോകാം എന്ന് ഞാൻ പറഞ്ഞു. ആശുപത്രിയിൽ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തു. പോകാനുള്ളതെല്ലാം റെഡിയാക്കിയും വെച്ചു. ആശുപത്രിയിലേക്ക് വന്നിറങ്ങിയപ്പോൾ വീൽ ചെയർ കൊണ്ടുവന്നു. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം എന്ന് പറഞ്ഞാണ് സുബി അകത്തേക്ക് പോയത്. റൂമിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരിക്ക് ശ്വാസം മുട്ട് വന്നു. ശ്വാസകോശത്തിന് ഇത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ശ്വാസം മുട്ട് വന്നാൽ ഇൻഹേലർ എടുത്തു കൊടുക്കാൻ സാജനും രാഹുലുമൊക്കെ ഉണ്ടാവും. പൊതുവെ അതാണ് ചെയ്യുന്നത്. ആശുപത്രിയിലെ റൂമിലേക്ക് കയറിയതും അവൾക്ക് ശ്വാസമുട്ട് വന്നു. അപ്പോഴേക്കും ഡോക്ടർമാരും നഴ്സുമാരും ഓടി വന്ന് ICUവിലേക്ക് കൊണ്ടുപോയി. പിന്നെ 25 ദിവസം ICUവിലായിരുന്നു. അതിനിടയിൽ സുബിക്ക് ഷോകൾ വരുന്നുണ്ടായിരുന്നു. സുബിയെ വെച്ച് ഒരു ഷോ ഫ്ലവേഴ്സ് ചാനലിൽ തുടങ്ങുന്ന കാര്യം ശ്രീകണ്ഠൻ നായർ സാർ നേരത്തെ സംസാരിച്ചതാണ്. ലേറ്റ് ആവുമെങ്കിൽ മറ്റാരെങ്കിലും വെച്ച് ചെയ്തോളൂ എന്ന് ഞാൻ സാറിനോട് പറഞ്ഞതാണ്. പക്ഷെ സുബി തന്നെ വേണം എന്ന് അദ്ദേഹം പറഞ്ഞു. ആദ്യത്തെ ദിവസം സുബിക്ക് ബിലിറുബിൻ 15 ആയിരുന്നു. പിന്നത്തെ ദിവസം 25ആയി. അപ്പോൾ ഡോക്ടർമാർക്ക് അറിയാം ഇത് ഹെപ്പറ്റൈറ്റിസ് B ആണെന്ന്. പക്ഷെ അതങ്ങനെ പോയി. പിന്നീട് കിഡ്നിയിലേക്ക് ബാധിച്ചു. അത് ഡയാലിസിസ് ചെയ്തു. അതിനുശേഷം വെന്റിലേറ്ററിലേക്ക് മാറ്റി. അത് കഴിഞ്ഞ് കിഡ്നി മാറ്റിവെക്കണം എന്ന് പറഞ്ഞു. ഓടി നടന്ന് അതെല്ലാം ശരിയാക്കി. ഹൈബി ഇടനടക്കം എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. എല്ലാവരും വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. സുരേഷ് ഗോപി സാറും വിളിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾക്കതിനുള്ള യോഗം ഉണ്ടായിരുന്നില്ല.